കോട്ടയം മെഡിക്കൽ കോളേജിലെ 14-ാം ബ്ലോക്ക് തകർന്ന് വീണ് മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് സെയ്ഫിനിസ അലിയാർ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സെയ്ഫിനിസ ആകെ ഒരു സങ്കടക്കാഴ്ചയിലാണ്. തേക്കാത്ത ഒരു വീടാണ്, അധികം മുറികളില്ല. അവിടെ ബിന്ദുവിൻ്റെ വിയോഗവാർത്ത അറിഞ്ഞ് ബിന്ദുവിൻ്റെ അമ്മ, 80 വയസ്സിലധികമുള്ള അമ്മ, മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകളാണുള്ളത്. ബിന്ദുവിൻ്റെ മകൾ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നല്ലോ. അവിടെ കുട്ടിരിപ്പിന് പോയപ്പോഴാണ് ഈ അപകടമുണ്ടായത് എന്ന കാര്യം നമുക്ക് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. ഈ ബിന്ദുവിൻ്റെ മൃതദേഹം ഇവിടെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് സെയ്ഫിനിസ? ബിനിൽ പോത്തൻ അല്പസമയത്തിനും തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ബിന്ദുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുറത്തേക്ക് ഇറക്കും. ഇന്ന് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിലാകും മൃതദേഹം ഇന്ന് സൂക്ഷിക്കുക. നാളെ രാവിലെ 7:30 മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരും. രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകളാണ് നടത്താനാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ അല്പസമയം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസിൽ ഈ ബിന്ദുവിൻ്റെ മകൾ നവമിയെ ഇവിടെ സമീപത്ത് വീട്ടിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വീട്ടിലേക്ക് വരണമെങ്കിൽ മേലയിൽ നിന്ന് വലിയൊരു സ്റ്റെപ്പ് ഇറങ്ങി വേണം വരുവാനായി. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വെച്ച്. അതുകൊണ്ട് ഈ വണ്ടി വരില്ലാത്തൊരു ഭാഗം കൂടിയാണ്, വാഹനം വരുന്ന സ്ഥലത്ത് അതിനടുത്തുള്ളൊരു വീട്ടിലാണ് ഇപ്പോൾ ബിന്ദുവിൻ്റെ മകളെ കിടത്തിയിരിക്കുന്നത്. മകൻ നവനീതും ഒപ്പം തന്നെ അച്ഛൻ വിസ്തൃതനുമൊക്കെ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും വീടിൻ്റെ അകത്തുണ്ട്. വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ്. കാരണം ഈ വീടിൻ്റെ എല്ലാമാണ് ബിന്ദു. ഏറെ നാളുകളായി ഈ വീടിൻ്റെ ആശ്രയം കൂടിയായിരുന്നു ബിന്ദു. കാരണം ഭർത്താവിന് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ പ്രതികൂലമൊക്കെ ആയതുകൊണ്ട് തന്നെ ജോലിയും കൃത്യമായി ഇല്ലാത്തതുകൊണ്ട് ബിന്ദു ഒരാളുടെ വരുമാനത്തിലാണ് ഈ വീട്ടിലെല്ലാവരും ആശ്രയിച്ച് ജീവിച്ചിരുന്നത്. ഒപ്പം തന്നെ ഈ മക്കളുടെ വിദ്യാഭ്യാസം, മകൻ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ട് അധിക നാളായിട്ടില്ല. മകൾ BSc നഴ്സിംഗ് പഠിക്കുകയാണ്. ആ രീതിയിൽ ഈ കുടുംബത്തിൻ്റെ എല്ലാം ആശ്രയവുമാണ് ഈ ബിന്ദു എന്ന് പറയുന്നത്. ബിന്ദുവിൻ്റെ സഹപ്രവർത്തകർ പോലും പറയുന്നത് ബിന്ദു എല്ലാ കാര്യത്തിലും നല്ല ഉപദേശങ്ങൾ തരുന്ന ഒരു അമ്മയെ പോലെയായിരുന്നു എന്നാണ് പറയുന്നത്. ബിന്ദു അമ്മ എന്നാണ് ഇവർ സ്നേഹത്തോടെ വിളിക്കുന്നതെന്ന് പോലും പറയുന്നു. ഈ വീടിൻ്റെ ഒരു അവസ്ഥ നമുക്ക് കണ്ടാൽ അറിയാം. തേക്കാത്തൊരു വീടാണ്. 2 കുഞ്ഞു മുറികളാണുള്ളത്. ഈ വീട്ടിലാണ് ഈ 5-അംഗ കുടുംബം താമസിച്ചിരുന്നത്. ഇതിനപ്പുറത്തേക്കൊരു ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളത് ബിന്ദുവിന് സാധിക്കില്ല. കാരണം മക്കളുടെ വിദ്യാഭ്യാസം അതിനേക്കാൾ മുകളിൽ അവർക്ക് പരിഗണനയിലുള്ളത് കൊണ്ട് തന്നെ അത് സാധിക്കുമായിരുന്നില്ല. എങ്കിലും ഈ ദാരിദ്ര്യത്തിൽ നിന്ന് തന്നെ അവർ മക്കളുടെ വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം നൽകി നല്ല രീതിയിൽ മക്കൾ എത്തണമെന്ന ആഗ്രഹവും, അതിനിടയ്ക്കാണ് മകൾക്ക് ഒരു അസുഖം വരികയും ആ അസുഖത്തിന് കൃത്യമായ ചികിത്സ അന്വേഷിക്കുകയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മകൾക്ക് കൂട്ടിയിരിപ്പിനായി തിങ്കളാഴ്ചയാണ് ബിന്ദു വീട്ടിൽ നിന്ന് പോകുന്നത്. അന്ന് അമ്മ, 80 വയസ്സുള്ള അമ്മ സീതാലക്ഷ്മി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ അമ്മയാണ് ഇന്ന് വിയോഗവാർത്ത അറിയുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു. സമീപവാസികൾ ഏറെ ബുദ്ധിമുട്ടിയാണ് അമ്മയെ ആശ്വസിപ്പിച്ചത്. എപ്പോഴും മകളുടെ ഒരു വേർപാട് ഈ അമ്മയ്ക്ക് താങ്ങാനാവുന്നതല്ല. 80 വയസ്സ് കഴിഞ്ഞ അമ്മ മകൾക്കാണോ കൊച്ചുമകൾക്കാണോ എന്താണ് സംഭവിച്ചത് പോലും അറിയാതെ വാവിട്ട് കരയുന്ന ഒരു അമ്മയായിരുന്നു കുറേ നേരമായി ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും മകൻ നവനീത് ഇപ്പോൾ എത്തിയ ശേഷം മകനെ കെട്ടിപ്പിടിച്ച് അലമുറയിട്ട് കരയുകയാണ്. ബിന്ദുവിൻ്റെ മൂത്ത സഹോദരിയും ബിന്ദുവിൻ്റെ അമ്മയും എല്ലാം തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഭർത്താവ് വിസ്തൃതനും. അങ്ങനെ ഒരു സാഹചര്യമാണ് ഈ വീടിൻ്റെ. നമുക്കറിയാം, ഈ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ട്രോഫികളാണുള്ളത്. ഈ കുട്ടികൾ പഠിച്ച് നല്ല മികവ് തെളിയിച്ചതിൻ്റെ ട്രോഫികളാണ് ഉള്ളത്. 2 കുട്ടികളും പഠിക്കാൻ മിടുക്കരാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെ കഷ്ടപ്പാടൊന്നും വിഷയമാക്കാതെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുത്ത ഒരമ്മയാണ്. അതിനുവേണ്ടി എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായ ഒരമ്മയാണ്. വിദേശത്തേക്ക് പോകാൻ പലതവണ കുട്ടികളെ നോക്കുന്ന ജോലിയും വീട്ടുജോലിയും ഒക്കെയായി വിദേശത്തേക്ക് പോകാൻ ആലോചിച്ചപ്പോഴും മകളെ പുറത്തേക്ക് എവിടെയും വിടില്ല. തൻ്റെ കൂടെ തൻ്റെ കൺമുമ്പിൽ മകൾ ഉണ്ടാകണമെന്ന അമ്മയുടെ, ആ പ്രായമായ അമ്മയുടെ ആഗ്രഹത്തിൻ്റെയും ആശയുടെയും പുറത്താണ് ബിന്ദു ഈ വീട്ടിൽ തന്നെ പിടിച്ചു നിന്നത്, മക്കൾക്കൊപ്പവും കുടുംബത്തിനൊപ്പവും നിന്നത്. പക്ഷേ മകളുടെ ചികിത്സയ്ക്കായി പോയ ബിന്ദുവിൻ്റെ ജീവൻ അവിടെ ആ ആശുപത്രി തന്നെ കവരും എന്ന് ഒരിക്കൽ പോലും ഇവർ അറിഞ്ഞിട്ടില്ല. എന്തായാലും അത് ഉൾക്കൊള്ളാനാകാത്തതിൻ്റെ ഒരു വലിയ നിശ്ചയമായും ആർക്കും ഉൾക്കൊള്ളാനാകുന്നില്ല. കുളിക്കുന്നതിന് വേണ്ടിയാണ് ബിന്ദു എന്ന് പറയുന്ന സാധു സ്ത്രീ ആ ശുചിമുറിയിലേക്ക് പോയത്. അവിടെ ആ മെഡിക്കൽ കോളേജിൽ എത്രത്തോളം പരിമിതികൾ ഉണ്ടായിരിക്കും ആ വിധത്തിൽ ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള ബ്ലോക്ക് ഉപയോഗിക്കണമെങ്കിൽ. പക്ഷേ അത് ഉപയോഗശൂന്യമാണ് എന്നുള്ളത് അധികൃതർ പറയുമ്പോഴും നിരന്തരമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അവിടെ രോഗികളും കൂട്ടിരിപ്പുകാരും പിന്നീട് ന്യൂസ് മലയാളത്തോട് ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുള്ളത്. കനത്ത അനാസ്ഥയുടെ, അവിടുത്തെ അധികൃതരുടെ കനത്ത അനാസ്ഥയുടെ ഉത്തരവാദിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലമാണ്
ബിന്ദുവിൻ്റെ ജീവൻ നഷ്ടമായ സാഹചര്യം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവുകയും വേണം. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നുള്ള പ്രതിപക്ഷ ചോദ്യത്തിന് സർക്കാർ മറുപടി പറയാൻ ബാധ്യസ്ഥവുമാകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.